ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഡിസൈൻ, അതായത് ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പോലെ ഈ ഒരു സമയത്ത് ക്യാഷ് ഉണ്ടാക്കാൻ സഹായിച്ച ഒരു ഹെയർ ബാൻഡ് മോഡലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കത്രിക, ഹെയർ ബാൻഡ്, നമുക്ക് റിബൺസ് ആവശ്യമുണ്ട്, അതുപോലെ സൂചി, നൂല്, ലൈറ്റർ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു സാറ്റിൻ റിബണാണ് കേട്ടോ. ഇത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഇതിൻ്റെ സൈസാണ്, ഞാൻ സെൻറ്റിമീറ്റർ അളവാണ് ഇപ്പോൾ കാണിച്ചത്. ഇതൊന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഗ്രീൻ കളർ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പീസസ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റാണ്. ഇത് മൂന്നും സെയിം കളറാണ് കേട്ടോ. ഇത് അരയിഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എൻഡ് ഇതുപോലെ ഉരുക്കി കൊടുക്കാം എല്ലാത്തിൻ്റെയും. സാറ്റിൻ റിബൺ ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ നൂലുകൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. 3 ഞാൻ ഇതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ചും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇനി ഞാനിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് ഇവിടെ തുന്നിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ സൂചി നൂല് വെച്ചിട്ട് 2 ലെയർ നൂലാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് തുന്നി കൊടുക്കാമെന്ന് അപ്പോൾ ഇത് നമ്മൾ സൂചി നൂലൊക്കെ യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഇത് ചെയ്യണം താല്പര്യപ്പെടുകയാണെങ്കിൽ പേരൻസിൻ്റെ സഹായം തേടുക കേട്ടോ. കാരണം സൂചി നൂല്, ലൈറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കുന്നതാണല്ലോ. ഇനി ഇത് നല്ലപോലെ ഇത് വലിച്ച് കെട്ടിക്കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒന്ന് ശ്രിങ്ക് ചെയ്ത് നിൽക്കും. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ചുരുങ്ങി നിൽക്കുന്നുണ്ട്. വലിച്ച് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ പച്ച റിബണും ചെയ്യേണ്ടത് കേട്ടോ. നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇവിടെ കെട്ടിക്കൊടുക്കുക, ഇളകി പോവാത്ത. കാരണം ഓർഡർ ആണല്ലോ. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഇതിൽ ചെയ്യണം എന്നുള്ളതാണ്. നീറ്റായിട്ട് ചെയ്യാം. ഇനി ആ വൈറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ ഞാൻ ഈ പച്ച റിബണും കൂടെ ജോയിൻ ചെയ്ത് തുന്നിക്കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിൽ ബൾക്കായിട്ട് ഞാൻ മെറ്റീരിയൽസ് എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് വെച്ചത്. അപ്പോൾ എനിക്ക് നല്ല പോലെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു ലാഭം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ പച്ച റിബൺ ഞാൻ സെയിം ഇതിൽ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട്. സാറ്റിൻ റിബണാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ 2 അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മളൊരു ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്രികയ്ക്ക് ചെറുതായിട്ടൊന്ന് മൂർച്ച കുറവുണ്ട്, അതുകൊണ്ടാണ്. വലിയ കത്രികയാണ് ഞാൻ പൊതുവേ എടുക്കാറ്. എൻ്റെ വലിയ കത്രിക പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കത്രിക വെച്ച് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗത്തും ഒരേപോലെ സൈസ് വരാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതും ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലൈറ്റർ വെച്ച് ഉരുക്കിയെടുക്കുമ്പോൾ നല്ല പോലെ ഉരുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അത് അപ്പുറത്തുള്ളതിന് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ബാൻഡ് വർക്ക് ഒരുപാട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കയ്യിൽ പാട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുപോലെ ചിലപ്പോൾ ലൈറ്റർ വെച്ച് പൊള്ളിയേക്കാം, അല്ലെങ്കിൽ നമ്മളെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് പൊള്ളിയേക്കാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ നല്ല നീറ്റായിട്ട് എല്ലാം തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ നൂലിൻ്റെ കളർ ചേഞ്ചസ് നോക്കണ്ട, ഇതൊക്കെ അതിൻ്റെ അടിവശത്ത് വരുന്നതാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ജോയിൻ ചെയ്ത് തുന്നിക്കൊടുക്കാം. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഓവർനൈറ്റാണ്. ധൻഷി ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്നുണ്ടാവും.
പിന്നെ ഇതുപോലെ ഇതിനൊരു ബട്ടർഫ്ലൈ പോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലേ? അപ്പോൾ ഈ നൂല് നമുക്ക് പുറത്തേക്ക് കാണൂല, അതുകൊണ്ട് നമുക്ക് ഏത് കളർ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് നമ്മൾ ഒന്ന് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് വലിച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്ത പോലെ തന്നെ ഇത് ഒറ്റ ലെയറിൽ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അത് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നല്ലൊരു ഡിസൈനായി നമ്മുടെ കുട്ടികളെ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് 1/2 ഇഞ്ചിൻ്റെ റിബൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഒരു വലിയ സൈസ് ഇതാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാകത്തില്ല. ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഓറഞ്ച് നൂല് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ കാണിക്കാം, സെൻറ്റിമീറ്റർ അളവാണ് കേട്ടോ. ഇത്രയും സൈസ് ഞാനിതിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2 സൈഡും ഫസ്റ്റ് തന്നെ ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് അടിച്ച് കാണിക്കാതെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ്. ഇനി ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ സൂചി നൂല് വെച്ച് ഒന്ന് സ്പീഡിൽ തുന്നിക്കൊടുക്കാം കേട്ടോ. സ്പീഡിൽ തുന്നുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിലൊക്കെ ചിലപ്പോൾ കുത്താൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഇതിലേക്ക് കോർത്തെടുക്കുക. ഇപ്പോൾ ധൻഷി ബേബിനെ ഉറക്കിക്കൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാതെ കേട്ടോ ഇപ്പം തന്നെ. അപ്പോൾ ഞാനിത് നല്ല പോലെ ജോയിൻ ചെയ്ത് തുന്നി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും ഇതൊന്നും ഇളകിപ്പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ ഓർഡറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നീറ്റായിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ചെയ്ത് കുറേ അധികം ഞാൻ തുന്നി ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഈ ഒരൊറ്റ ഡിസൈന് മാത്രമല്ല, പല ഡിസൈനിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെയിലായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും എനിക്ക് ഓർഡർ വരികയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് കുറേ ഓർഡേഴ്സ് ആ സമയത്ത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവായത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഇത് നല്ല ഫ്ലവർ പോലെ ഞാനിത് തുന്നിയെടുത്തിട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒക്കെ വെച്ച് നമ്മൾ ഈ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ ആഡ് ചെയ്യുന്നത് ഇപ്രാവശ്യമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കുന്നുണ്ട്. അതല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചെറിയ കാര്യമാണെങ്കിൽ കൂടി എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരാറുണ്ട്. അപ്പോൾ എനിക്ക് എടുത്തു പറയാൻ വേറൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി എൻ്റെ വീഡിയോയിലൊക്കെ സ്ഥിരം കമൻ്റ് ഇടുന്ന ആളാണ്. ആ ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഹെയർ ബാൻഡ് മേക്കിംഗ് തുടങ്ങി എന്നൊക്കെ ചേച്ചി എപ്പോഴും പറയാറുണ്ട്. ആ ചേച്ചിയുടെ പേര് പ്രമീള എന്നാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇപ്പം. അപ്പം എന്താ പറയുക, അതിലൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ്. ആ ചേച്ചി ഒരു സാധാ വീട്ടമ്മയാണ്. അപ്പോൾ ആ ചേച്ചി നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇതിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മിഡിൽ നമുക്ക് ഇതുപോലെ ഇതുകൂടെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പതാകയുടെ ഒക്കെ നടുക്ക് വരുന്ന ഇതുണ്ടല്ലോ നീല കളറിൽ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ മുത്ത് ഇതിൽ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളെ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ യുടെ ഹെയർ ബാൻഡ് നമുക്കിപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തത് ഏറ്റവും അവസാനത്തെ ഓർഡറാണ് എനിക്ക്. അതായത് ഞാനിത് ഈ വീഡിയോ എടുത്തതും ലേറ്റ് നൈറ്റാണ്, ഇത് എഡിറ്റ് ചെയ്യുന്നതും ലേറ്റ് നൈറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്രയും സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോൻ്റെ തലയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.